ഇന്ന് നല്ല ശ്രീലങ്കൻ ടച്ചുള്ള ഒരു മീൻ കറിയും അതോടൊപ്പം നല്ല കുഴച്ചെടുത്ത കപ്പയുടെയും കൂടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഫുള്ളി ശ്രീലങ്കൻ മീൻ കറിയുടെ റെസിപ്പി അല്ല, പക്ഷെ നമുക്കത് പറ്റില്ല. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാത്ത മീൻ കറി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലേക്ക് അതിനെ മാറ്റിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അയലയാണ് കിട്ടിയത്. ഇപ്പോൾ ഈ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് മീനിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്തായിട്ട് കൂടിയും മീനിന് ഭയങ്കര ക്ഷാമമാണ്. കാര്യം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നല്ല പച്ച മീൻ കിട്ടുന്നുള്ളൂ കേട്ടോ. നമുക്ക് പച്ച മീൻ അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങത്തുമില്ല, കഴിക്കാറുമില്ല. അപ്പം ഇന്ന് നല്ല അയല കിട്ടി. വലിയ അയലയല്ല, ചെറിയ ടൈപ്പ് അയലയാണ് കേട്ടോ. അപ്പം തന്നെ അത് വാങ്ങി. ഇത് കിട്ടിയപ്പോൾ തന്നെ മനസ്സിൽ ചിന്തിച്ചു നല്ലൊരു ശ്രീലങ്കൻ ടച്ചുള്ള മീൻ കറി ഉണ്ടാക്കിയെടുക്കാവുന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കപ്പയുണ്ട്. ഇത് വയൽ മരച്ചീനിയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ അടുത്ത് ഒരു ചെറിയ ചന്തയുണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഈ മരച്ചീനിയൊക്കെ വാങ്ങുന്നത്. അന്നന്ന് കൊണ്ടിരുന്ന മരച്ചീനിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരൽപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല വെളിച്ചെണ്ണയിൽ ചെറു തീയിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മീൻ വറുത്തെടുത്ത് അതേ പാത്രത്തിൽ തന്നെ തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ശ്രീലങ്കൻസ് വെക്കുവാണെങ്കിൽ അവർ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കില്ല. ഞാൻ എൻ്റെ സ്റ്റൈലിൽ വെക്കുന്നതുകൊണ്ട് ഇതൊക്കെ ചേർത്താണ് വെക്കുന്നത്. അതൊന്ന് നന്നായിട്ട് അരച്ചങ്ങോട്ട് എടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഈ അരച്ച ഗ്രേവിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുടൻപുളിയും ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് നന്നായിട്ട് ചാറ് വറ്റി വരുമ്പോഴേക്കും നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒഴിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്നെ രുചിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും നല്ല മീൻകറി കിട്ടിയിട്ടുണ്ടേ. അപ്പം ഞങ്ങളിത് കഴിച്ചോട്ടെ കേട്ടോ.